ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഫാബ്രിക് പെയിൻറ്റിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പോപ്ലിൻ ക്ലോത്താണ്. പിന്നെ കാർബൺ പേപ്പർ പിക്ചർ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി. അടുത്തതായി നമുക്ക് പിക്ചർ എടുക്കാം. ഒന്നെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്വയം തന്നെ വരച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു പോയിൻ്റ് ബ്രഷാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് 000 എന്നുള്ളൊരു പോയിൻ്റ് ബ്രഷാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഇതേപോലത്തെ ഒരു ഫാബ്രിക് പെയിൻ്റാണ്, ഫെവിക്രിലിൻ്റെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കളർ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ പാലറ്റ് വേണം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു മൂടിയാണ് എടുത്തത്. പിന്നെ ബ്രഷ് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനും കളർ ലൂസ് ചെയ്യുന്നതിനും വേണ്ടി ഫ്രഷ് വാട്ടറും കൂടി എടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ക്ലോത്ത് എടുക്കുക. എവിടെയാണോ നമുക്ക് പിക്ചർ വരയ്ക്കേണ്ടത് ആ ഒരു സ്ഥലം എടുത്തിട്ട് ഇതേപോലെ കാർബൺ പേപ്പർ അവിടെ വെക്കാൻ. അതിനുശേഷം നമ്മൾ ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിക്ചർ ഇതിന് മുകളിലായിട്ട് വെക്കുക. പിന്നീട് പെന്നോ പെൻസിലോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ പിക്ചർ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റുകൾ പറ്റാതിരിക്കാൻ. ആ മാർക്കിങ് നമുക്ക് ക്ലോത്തിൽ കാണുന്നതാണ്. അപ്പോൾ വളരെ സാവധാനം നല്ല രീതിയിൽ ട്രേസ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഇതേപോലെ ഫ്രെയിം ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. ക്ലോത്ത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ ആവശ്യമുള്ള ബ്ലാക്ക് പെയിൻറ്റ് ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അധികം ലൂസ് അല്ലാത്ത വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ തിന്നായ ലൈൻസ് ഇതേപോലെ വരച്ചെടുക്കുക. നമ്മൾ ഫസ്റ്റായിട്ട് ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് കുത്തിനെ പിടിച്ച് വേണം സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ വരച്ച് വരിക.